ഒരു പയ്യനുണ്ടായിരുന്നു. ഇവന് ഭയങ്കര ദേഷ്യമാണ്, തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം. അപ്പോൾ ഒരു ദിവസം ഇവൻ്റെ അച്ഛൻ കുറേ ആണികൾ ഇവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിനക്കിനി എപ്പോഴൊക്കെ ദേഷ്യം വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഓരോ ആണിയെടുത്ത് അത് നമ്മളുടെ മതിലുമ്മേ അടിച്ചു വയ്ക്കാം. പയ്യൻ പറഞ്ഞു, ഓക്കെ സെറ്റ്. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ അവൻ 37 ആണികളാണ് ആ മതിലും അടിച്ചു വെച്ചത്. എന്തല്ലേ. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. പതിയെ അവൻ അവൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അടിക്കുന്ന ആണിയുടെ എണ്ണവും കുറയാൻ തുടങ്ങി. കാരണം ആ ആണി അടിക്കുന്നതിനേക്കാൾ എത്രയോ സിമ്പിളാണ് തൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യുന്നത് എന്നവന് മനസ്സിലായി. അങ്ങനെ അവൻ കംപ്ലീറ്റ്ലി അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലെത്തി. അപ്പോൾ അവൻ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അച്ഛാ, എനിക്കിപ്പോൾ ദേഷ്യം കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരി, എന്നാൽ ഇനി മുതൽ എന്നൊക്കെ നിനക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ അന്നൊക്കെ ഓരോ ആണി പറിച്ചെടുത്തോളൂ. അതായത് അവൻ അടിച്ചു വെച്ച കുറേ ആണികളുണ്ടല്ലോ, അത് ഓരോന്നായിട്ട് പറിക്കാം. അങ്ങനെ കുറേ ദിവസം വീണ്ടും കടന്നുപോയി. ആൻഡ് ഫൈനലി ആ പയ്യൻ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, ഫുൾ ആണിയും പറിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ അച്ഛൻ അവനെ വിളിച്ചുകൊണ്ട് ആ മതിലിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, നിനക്കിപ്പോൾ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, നല്ല കാര്യം. എന്നാൽ നീ ഈ മതിലമ്മയ്ക്ക് നോക്ക്. നീ കാരണം എത്രങ്ങാനും ഓട്ടകളാണ്, ഹോൾസാണ് ഇതിലുള്ളത്. ഈ മതിലിനി പഴയ മതിലാവില്ല. അതുപോലെ നീ ദേഷ്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഉള്ളിലും ഇതുപോലെ പാടുകൾ ഉണ്ടാക്കും. അതെത്ര സോറി പറഞ്ഞാലും ശരി, ആ മുറിവ് അവിടെ തന്നെ ഉണ്ടാവും. ഫിസിക്കലി മുറിവേൽപ്പിക്കുന്ന പോലെ തന്നെയാണ് വെർബലി നമ്മൾ മുറിവേൽപ്പിക്കുമ്പോഴും. സോ നെക്സ്റ്റ് ടൈം ദേഷ്യം വരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ആലോചിക്കാം. ഓക്കെ, ഇനി കഥ കേട്ട് ദേഷ്യം വന്നവരുണ്ടെങ്കിൽ സോറി ഗൈസ്, ജസ്റ്റ് ഒരു കഥ കിട്ടിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഹാവ് എ വണ്ടർഫുൾ ഡേ.